ഗുരുദേവ പ്രതിഷ്ഠ കൊണ്ട് ലോകപ്രസിദ്ധമായ അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഇന്ന് ആയിരങ്ങളാണ് ബലിതർപ്പണത്തിന് എത്തിയിരിക്കുന്നത്. ബലിതർപ്പണത്തിനെത്തിയ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും തിരക്കുകൾ ഒഴിവാക്കി സമാധാനത്തോടെ ബലിതർപ്പണം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നു. സ്വാമി സാന്ദ്രാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഭക്തജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ ബലിതർപ്പണം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വിവിധ സർക്കാർ വകുപ്പുകൾ അതിനു വേണ്ടിയിട്ടുള്ള ഇന്ന് കർക്കിടകത്തിലെ അമാവാസി ബലിതർപ്പണ പുണ്യം തേടി തീർത്ഥഘട്ടങ്ങളിൽ വൻ തിരക്ക്. ഗുരുദേവ പ്രതിഷ്ഠ കൊണ്ട് ലോകപ്രസിദ്ധമായ അരുവിപ്പുറത്ത് ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്തു. അരുവിപ്പുറം ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. 500 പേർക്ക് ഒന്നിച്ച് തർപ്പണം ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു ക്ഷേത്ര പരിസരത്തെ ക്രമീകരണങ്ങൾ. MLA മാരായ IB സതീഷ്, CK ഹരീന്ദ്രൻ, K ആൻസലൻ തുടങ്ങിയ ജനപ്രതിനിധികൾ വിശ്വാസികൾക്ക് ആവശ്യമായ സർവീസുകൾ ഉറപ്പുവരുത്തി. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, KSRTC, റവന്യൂ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം വിശ്വാസികൾക്ക് ഏറെ സഹായകരമായിരുന്നു. പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധിപ്രകാശായ ദീപജ്യോതിർ
നമോ നമ സുന്ദരീകാക്ഷ പിതൃമോക്ഷപ്രദോഭവ എല്ലാവരും നന്നായിരിക്കും പവിത്രധാരണം നമ വലത് വീട് മോതിരകളിൽ തൊട്ട് വെളിയിലേക്ക് വരുന്നത് ഓം കൃഷ്ണാംബരധരം കൃഷ്ണം കൃഷിവർണ്ണം പ്രകൃതം പ്രസന്നവദനസ്യായേ സർവ്വലോകത്തോണ്ട് തൊഴിൽ പിടിച്ചോളും ഓം ശ്രീമദ്ഭാഗവതോ വിഷ്ണുരാജേയ അദ്യ ബ്രാഹ്മണ ദീപരാസേ വിഷ്ണുപാദേ ശ്വേത വരാഹകൽപേ വൈവസ്വതമനന്തരേ ദക്ഷിണവാസേ ദണ്ഡകാരണ്യ ഗോദാവര്യ ദക്ഷിണതീരേ ശാലീമാനവതേ അസ്മിൻ വർത്തമാനേന വ്യാപകാരികേ സൗരവുമാനേന സംഭവാമേ മധുരേ ദക്ഷിണ അയനേ വർഷഋതോ ശ്രാവണമാസേ കൃഷ്ണവർഷ സോമവാരേ മഹാമാസ പുണ്യദിനോ ഓർമ്മനക്ഷത്രയുക്തായ ഐശ്വര്യ അഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ഓം നമോ ഭഗവതേ സകുടുംബാന അഖിലരുദ്രഗണാൽ ആഗച്ഛ ആഗച്ഛ ആവാഹയാമി സ്വാഹ ദർശയുടെ മേളിലേക്ക് അതിനുശേഷം എല്ലാവരും അതിനുശേഷം വാളണ്ടിയേഴ്സ് പറയുന്ന മുറയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ വയ്ക്കുക. തപസ്സുകൊണ്ട് ധന്യമാക്കിയ അരുവിപ്പുറം ശിവക്ഷേത്ര സന്നിധിയിൽ വർഷങ്ങളായി ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുക. ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അതോടൊപ്പം തന്നെ നമ്മളുടെ MLA-മാർ ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണങ്ങളും ഇവിടെ ഈ ഒരു പവിത്രമായ കർമ്മത്തിന് ഉണ്ട്. ഒരു സമയത്ത് 500 പേർക്കാണ് ബലിയിടുവാനുള്ള സൗകര്യം. ധാരാളം ആയിരക്കണക്കിന് ജനങ്ങളാണ് ബലിയിടുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ ഭംഗിയായി ശാന്തമായി ബലി അർപ്പിക്കുവാനും പവിത്രമായ നെയ്യാറിൽ മുങ്ങി കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. വളരെ ഭംഗിയായി തന്നെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൽ സഹകരിക്കുന്നുണ്ട്. കൂടാതെ ഭക്തജനങ്ങൾ കർമ്മ യോഗ ബുദ്ധിയ ഇതിനെ സഹായിക്കുന്നുമുണ്ട്. അനുഭവപ്പെടുകയാണ്.